മാജിക് റിംഗ് ഇട്ട് 12 ഡബിൾ ക്രോഷ്യ ഇതിനകത്ത് ചെയ്യണം. അതിൽ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ 12 ഡബിൾ ക്രോഷ്യ ഈ മാജിക് റിങ്ങിൽ ചെയ്യണം. സെക്കൻഡ് റൗണ്ടിൽ 3 ചെയിൻ സ്റ്റിച്ച് എടുത്ത് ഈ ഓരോ ഡബിൾ ക്രോഷ്യൻ്റെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ഈ സെയിം സ്പേസിൽ ചെയ്യണം. ഒരു ചെയിൻ എടുത്ത് ഈ ഡബിൾ ക്രോഷ്യൻ്റെ ഈ ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ, വീണ്ടും ഒരു ചെയിൻ എടുത്ത് ഈ ചെയിനിനകത്ത് 2 ഡബിൾ ക്രോഷ്യ, അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇനി തേർഡ് റൗണ്ടിൽ വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച് എടുത്ത് ഈ ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, ഇതിൽ 3 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ എന്നുള്ള രീതിയിൽ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഫോർത്ത് റൗണ്ടിൽ വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച് എടുത്ത് ഇവിടെ 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ, 4 ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. 4ാമത്തെ റൗണ്ട് ഇവിടെ കംപ്ലീറ്റായി. ഇനി 5th റൗണ്ടിൽ നമ്മൾ ഇതുപോലെ തന്നെ 3 ചെയിൻ സ്റ്റിച്ച് എടുത്ത് ഈ ഓരോ ക്ലസ്റ്ററിലും നമുക്ക് 5 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. അതേപോലെ നെക്സ്റ്റ് റൗണ്ടും 6ാമത്തെ റൗണ്ടും 7ാമത്തെ റൗണ്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ഡബിൾ ക്രോഷ്യ ഈ ഓരോ ക്ലസ്റ്ററിൽ കൂട്ടി ചെയ്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് റൗണ്ടിൽ 3 ചെയിൻ എടുത്ത് ഒരു ഡബിൾ ക്രോഷ്യ വിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക, വീണ്ടും ഒരു ചെയിൻ എടുക്കുക, 1 വിട്ട് ഒരു ഡബിൾ ക്രോഷ്യ, ഇങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓരോ ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ വെച്ചിട്ട്
ഇങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് റൗണ്ടിൽ ഈ ഒരു ഗ്യാപ്പിൽ 4 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ വിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് വിട്ട് വീണ്ടും ഇവിടെ ചെയിനൊന്നും എടുക്കണ്ട, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ എന്നുള്ള വിധത്തിൽ നെക്സ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇത് വിട്ട് ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്യുക. രണ്ട് ചെയിൻ എടുത്ത് വീണ്ടും സെയിം സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഈ റൗണ്ട് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് റൗണ്ടിൽ വീണ്ടും 3 ഡബിൾ ചെയിൻ സ്റ്റിച്ച് എടുത്ത് ഈ സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ എടുത്ത് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ. ഒരു ചെയിൻ എടുത്ത് ഈ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഈ ലാസ്റ്റ് റൗണ്ടിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ സെൻറ്ററിലോട്ട് ഒന്നുകൂടി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 3 ചെയിൻ എടുക്കുക, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ. വീണ്ടും ഒരു ചെയിൻ എടുത്ത് ഇതിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക, വീണ്ടും ഒരു ചെയിൻ എടുക്കുക, വീണ്ടും ഇതിനകത്തൊരു ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ. വീണ്ടും ഒരു ചെയിൻ എടുത്ത് ഇതിലൊരു സ്ലിപ്പ് സ്റ്റിച്ച്, വീണ്ടും ഒരു ചെയിൻ എടുത്ത് ഇതിൽ 4 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് റൗണ്ടിൽ ഇതിൽ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ. വീണ്ടും ഒരു ചെയിൻ എടുത്ത് ഇതിൽ 2 ഡബിൾ ക്രോഷ്യ. വീണ്ടും 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ.
അങ്ങനെ ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യണം. ഒരു ചെയിൻ എടുത്ത് ഇതിലേക്ക് വീണ്ടും ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ലാസ്റ്റ് റൗണ്ടിൽ 3 ഡബിൾ ക്രോഷ്യ എടുത്ത് 2 ചെയിൻ എടുക്കുക. വീണ്ടും സെയിം സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. വീണ്ടും ഒരു ചെയിൻ എടുത്ത് ഇതിലൊരു സ്ലിപ്പ് സ്റ്റിച്ച്, വീണ്ടും ഇതിൽ 3 ഡബിൾ ക്രോഷ്യ. അങ്ങനെ നമ്മളെ മാറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി.